അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് LPG ഗ്യാസ് സിലിണ്ടറുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ LPG ഗ്യാസ് സിലിണ്ടർ മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത്. പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗ്യാസ് ഏജൻസിയിലൊക്കെ വളരെ നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ആരും തന്നെ മാസ്റ്ററിങ് ചെയ്യുവാൻ വേണ്ടി തിരക്ക് കൂട്ടേണ്ടതായിട്ടില്ല എന്നുള്ള കാര്യം ഗ്യാസ് ഏജൻസി ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമാണ്, കേന്ദ്ര സർക്കാർ ഇത്ര നിശ്ചിത തീയതിക്കകം ഈ ഒരു മാസ്റ്ററിങ് പൂർത്തിയാക്കണം എന്നുള്ള കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു മാസമോ അല്ലെങ്കിൽ ഒരു തീയതിയോ വരുന്നത് വരെ നിങ്ങൾ മാസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി യാതൊരു രീതിയിലും തിരക്ക് കൂട്ടേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് മാസ്റ്ററിങ് ചെയ്യാം. മാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വന്ന. എല്ലാവരും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മാസ്റ്ററിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കണക്ഷൻ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഗ്യാസ് കണക്ഷൻ മാസ്റ്ററിങ് അഥവാ KYC കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്യാസ് കണക്ഷൻ മാസ്റ്ററിങ് ഉടനടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സിലിണ്ടർ ലഭിക്കില്ല, അല്ലെങ്കിൽ സിലിണ്ടർ ഇനി മുതൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രചരണം വളരെ നല്ല രീതിയിൽ വ്യാപിച്ചതോടെയാണ് മാസ്റ്ററിങ് ചെയ്യുവാനുള്ള ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടിയത്. എന്നാൽ ഗ്യാസ് കണക്ഷൻ മാസ്റ്ററിങ് നിങ്ങൾ ഒരു കാരണവശാലും തിരക്ക് കൂട്ടി ചെയ്യേണ്ടതില്ലെന്ന് ഗ്യാസ് സിലിണ്ടർ ഏജൻസികൾ അറിയിച്ചു. കാരണം എന്ന് പറയുന്നത്, ഗ്യാസ് കണക്ഷൻ മാസ്റ്ററിങ് ചെയ്തു തീർക്കുവാനുള്ള അവസാന സമയപരിധി കേന്ദ്ര സർക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി ഒരു തീയതി പ്രഖ്യാപിക്കുന്ന സമയത്ത് 2-3 മാസങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഒരു തീയതി പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എന്നാൽ തിരക്ക് പിടിച്ച് മാസ്റ്ററിങ് ചെയ്യേണ്ടതില്ലെന്ന് ഗ്യാസ് ഏജൻസി അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികളിൽ മാസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആരുടെ പേരിലാണോ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ ഒരു വ്യക്തിയുടെ പേരിലാണ് മാസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത്. ആധാർ കാർഡും അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് ഇതിനായി നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട രേഖകൾ. ഏതെങ്കിലും കാരണവശാൽ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് മാസ്റ്ററിങ് രേഖപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അതായത് ഗ്യാസ് അവരുടെ കണക്ഷൻ അവരുടെ പേരിലാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗ്യാസ് ഏജൻസിമാർക്കുള്ള ട്രെയിനിങ് ഒക്കെ ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട് ഗ്യാസ് കമ്പനികൾ. അവർ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് കൊണ്ടു തരുമ്പോൾ തന്നെ മാസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ്. ഇത്തരക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വിളിച്ചന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഗ്യാസ് നിലവിൽ പേരുള്ള വ്യക്തി വിദേശത്തോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ വരാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രം: നിങ്ങളുടെ വീട്ടിലുള്ള റേഷൻ കാർഡിൽ പേരുള്ള മറ്റാരുടെയെങ്കിലും പേരിൽ ഗ്യാസ് ആദ്യം മാറ്റിയതിന് ശേഷം മാസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ വേണ്ടി ഗ്യാസ് ഏജൻസി ഓഫീസിൽ എത്തിച്ചേരുക. ഇതിനായി ഇത്തരത്തിൽ പേര് മാറ്റുന്നതിന് വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡും കൂടി നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ബയോമെട്രിക് മാസ്റ്ററിങ് വഴി ഒന്നെങ്കിൽ നിങ്ങളുടെ വിരൽ അടയാളം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി രേഖകളോ പതിക്കേണ്ടതായിട്ടുണ്ട്. ഉപഭോക്താവ് LPG കണക്ഷൻ എടുക്കുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് KYCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രജിസ്റ്റർ ചെയ്ത ഒരു കൺഫർമേഷൻ കോഡ് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ പോകാതെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഗ്യാസ് മാസ്റ്ററിങ് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏജൻസിയുടെ ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഓയിൽ, HP പോലുള്ള കമ്പനികൾക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ നിലവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ ഗ്യാസ് ഏതാണോ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം, അല്ല എന്നുണ്ടെങ്കിൽ ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് മാസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ്. ഓയിൽ 1 അതുപോലെ തന്നെ ALO, BPL, PPay എന്നീ ആപ്പ് വഴി നിങ്ങൾക്ക് മാസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഗ്യാസ് കണക്ഷൻ മാസ്റ്ററിങ് ചെയ്യാവുന്നുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അവരുടെ പേരിൽ നിന്ന് ഗ്യാസ് കണക്ഷൻ മാറ്റിയതിന് ശേഷമേ മാസ്റ്ററിങ് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായും അറിയേണ്ട കാര്യമാണ്, നിങ്ങളിപ്പം ഗ്യാസ് സിലിണ്ടർ മാസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായി ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നതാണ്. കൃത്യമായി കേന്ദ്ര സർക്കാർ ഒരു നിശ്ചിത ഡേറ്റ് ഏതെങ്കിലും ഒരു മന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മന്തിനകം മാസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് മാത്രമായിരിക്കും ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നത് മുടങ്ങുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി
ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.